എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ മിനട്ടോ അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് ടെലപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോഴായിരിക്കും ടോബിറാമ ആൾ സിമ്പിൾ ആയിട്ട് അതിന് ടെലപ്പോർട്ട് ചെയ്യും. അതിനുശേഷം ഒബീട്ടോ അവനെ ടെലപ്പോർട്ട് ചെയ്ത് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകും. നറൂട്ടോയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷാവും. നറൂട്ടോ ടോബിറാമയോട് ചോദിക്കും, നിങ്ങൾ എന്റെ പപ്പയുടെ പവർ അത് കറക്റ്റായിട്ട് കോപ്പി ചെയ്തല്ലേ? അത് കേട്ട് ടോബിറാമ ആള് വമ്പൻ ആറ്റിറ്റ്യൂഡിൽ പറയും, ആ ഒരു പവർ എന്റേതാണ്, എന്റെ പവറാണ് നിന്റെ പപ്പ കോപ്പി ചെയ്തത്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഹാസറാമയും സാക്ഷാൽ മാതൃയും അവര് രണ്ടുപേരും ഇപ്പൊ പരസ്പരം ഫൈറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കും. അടുത്ത സെക്കൻഡ് മാതൃ അവന്റെ സുസാനെ മുഴുവനായിട്ടും കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറക്കും. ഹാസറാമയാണെങ്കിൽ അവന്റെ വുഡ് സ്റ്റൈൽ ക്ലൗൺ അതിനെ ഇപ്പോ പുറത്തേക്ക് ഇറക്കും. മാതൃയുടെ സുസാന അതതിന്റെ സ്ക്വാഡ് പുറത്തേക്ക് എടുക്കുമ്പോഴേക്കും ഹാസറാമയുടെ ആ ഒരു വുഡ് ക്ലൗണ് അത് ചാടി വന്ന് സുസാനെ തൂക്കിയെടുത്ത് അങ്ങനെ മുൻപോട്ട് കുതിച്ചു പായും. പക്ഷെ സുസാനയാണെങ്കിൽ വിട്ടുകൊടുക്കില്ല. അത് വീണ്ടും ഇപ്പൊ ഹാസറാമയുടെ പവറിന് നേരെ ആഞ്ഞടിക്കും. അതിനുശേഷം രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ ആയിട്ട് ഒരിഞ്ഞ അട്ടിയിടി ബഹളം. അവരുടെ ഫൈറ്റിന്റെ ഇമ്പാക്റ്റ് അതിപ്പോ ആ ഒരു സ്ഥലം മുഴുവൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഷിനോബികൾക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവര് പറയും, ഈ ഒരു ഫൈറ്റില് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാനും കഴിയില്ല. ഷിക്കമരു അവനിപ്പോ ഈനോട് പറയും, ഈനോ എന്നെ എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള ഷിനോബികളുമായിട്ട് കണക്ട് ചെയ്യേ, എനിക്ക് ഈ ഒരു ഇൻഫർമേഷൻ അതെല്ലാവർക്കും പാസ് ചെയ്യണം. ഈനോ അത് കേൾക്കേണ്ട താമസം ഇപ്പൊ എല്ലാവരുമായിട്ട് അവളുടെ പവർ ഉപയോഗിച്ച് പരസ്പരം കണക്ഷൻ ക്രിയേറ്റ് ചെയ്യും. ഷിക്കമരു ആണെങ്കിൽ ഇപ്പൊ എല്ലാ ഷിനോബികളോടും പറയും, ഈ ഒരു വലിയ യുദ്ധത്തില് നമുക്കും പലതും ചെയ്യാൻ കഴിയും. നമ്മുടെ പവർ അതൊരു പക്ഷേ ഒരുപാട് ചെറുതായിരിക്കാം, പക്ഷെ ഈ ചെറിയ പവറുകള് അതെല്ലാം സ്വരുക്കൂട്ടി ഒരു വലിയ പവർ അത് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ടാവും. സോ കറക്റ്റ് സമയത്ത് കറക്റ്റായിട്ട് പവർ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പവർ അതെന്താണെന്ന് നമുക്ക് ഈ ലോകത്തെ ബോധ്യപ്പെടുത്താൻ കഴിയും. സോ ഒരു കാരണവശാലും നിങ്ങളുടെ ഗാർഡ് അത് ഡൗൺ ചെയ്യരുത്. അത് കേട്ട് ഷിനോബികള് അവർക്കിപ്പോ അവരുടെ പവറിൽ ഒരു വിശ്വാസം തോന്നും. എല്ലാവരും സ്ട്രോങ് ആയിട്ട് എഴുന്നേറ്റ് നിൽക്കും. മാത്രമല്ല ടെമരിക്ക് അവൾക്കിപ്പോ ഷിക്കമരു ഓർത്ത് ഒരുപാട് അഭിമാനം തോന്നും. ഷിക്കമരു, ഇന്നല്ലെങ്കിൽ നാളെ നീ തീർച്ചയായിട്ടും ഒരു കാകയാവും, കാരണം നിനക്കതിനുള്ള എല്ലാ ക്വാളിറ്റീസും ഉണ്ടെന്നും പറഞ്ഞ് അവളും ഒരുപാട് സന്തോഷത്തില് അവനെ നോക്കും. കട്ട് ചെയ്ത ഹാസറാമ ഇപ്പൊ മാതരെ ആഞ്ഞടിക്കും. അവന്റെ കയ്യിലുള്ള ആ ഒരു സുസാനയുടെ സ്ക്വാഡ് അത് തെറിച്ച് ദൂരേക്ക് പോവും. അത് കണ്ട് ഹാസറാമ അവൻ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കിലും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. ഹാസറാമ മാതരയുടെ കാല് പിടിച്ച് കെഞ്ചും, ദയവ് ചെയ്ത് നീ ഫൈറ്റ് ഇടരുത്. നമ്മൾ രണ്ടുപേരും ഒരുപാട് സ്വപ്നങ്ങൾ ഒരുമിച്ച് കണ്ടതാണ്. എന്ത് വില കൊടുത്തും ആ സ്വപ്നങ്ങൾ അത് നമുക്ക് സാക്ഷാത്കരിക്കണം. പക്ഷെ മാധുരയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും വീണ്ടും ഹാസറാമയായിട്ട് ഫൈറ്റ് ചെയ്യും. ഫൈറ്റിന്റെ ഒടുവിൽ മാധുര ആള് ദയനീയമായിട്ട് തോറ്റുപോകും. കട്ട് ചെയ്ത മാധുര പറയും, കഴിഞ്ഞ തവണത്തെ പോലെ ഒരിക്കലും ഞാൻ തോൽക്കില്ല. ഇത്തവണ നിന്നെ തോൽപ്പിക്കുക, അത് മാത്രമാണ് എന്റെ ഒരേ ഒരു ലക്ഷ്യം. കട്ട് ചെയ്ത ഇവിടെ കിബ അവൾ ഷിക്കമരുവിനോട് ചോദിക്കും, നമുക്ക് നമ്മുടെ മൂവ്മെന്റിന് അതിന് സമയമായോ? ഷിക്കമരു പറയും, ഇല്ല, ബാറ്റിൽ ഫീൽഡ് അത് കറക്റ്റായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മളുടെ മൂവ് അത് തുടങ്ങാനായിട്ട് പാടുള്ളൂ. അപ്പൊ അതേ സമയം ടോബിറാമ അവൻ ഒബീട്ടോയെ ടെലിപ്പോർട്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് ഇപ്പൊ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും. അതുകൊണ്ട് ഷോക്കായി എല്ലാവരും അവിടേക്ക് നോക്കി നിൽക്കും. അടുത്ത സെക്കൻഡ് ഒബീട്ടോ അവൻ ഹായ് ആയിട്ട് നമ്മുടെ ആൾക്കാരുടെ മുൻപിലേക്ക് വരും. അവന്റെ തൊട്ടു പിന്നാലെ സാക്ഷാൽ ടോബിറാമയും. ടോബിറാമ പറയും, നീ ജസ്റ്റ് മിസ്സിന് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ലേ? പക്ഷെ ഇത്രയും ഷിനോബികളുടെ ഇടയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ല എന്ന് പറയുമ്പോഴേക്കും ഒബീട്ടോ അവൻ എന്തോ ഒരു പവർ റിലീസ് ചെയ്യാനായിട്ട് ആരംഭിക്കും. അതുകൊണ്ട് ഇത്തവണ സാസുകയും നറൂട്ടോയും അവർ രണ്ടുപേരുമായിരിക്കും ഒബീട്ടോയ്ക്ക് നേരെ അവൻ അറ്റാക്ക് ചെയ്യാൻ സ്പീഡിൽ ഓടി അടുക്കുക. അതേസമയം ടോബിറാമ അവൻ മിനട്ടോട് അടുത്തേക്ക് വരും. ടോബിറാമ പറയും, നമുക്കും അവൻ അറ്റാക്ക് ചെയ്യാം. നമ്മുടെ രണ്ടുപേരുടെയും കമ്പൈൻഡ് പവർ അതും കൂടെ ആവുമ്പോ നമുക്ക് തീർച്ചയായിട്ടും ഒബീട്ടോയെ കീഴടക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവരുടെ സീല് അത് പരസ്പരം അവരുടെ ബോഡിയിൽ പതിപ്പിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ സാസുകയും നറൂട്ടോയും കാണിക്കും. അവരും അവരുടെ പവേഴ്സ് അത് കമ്പൈൻ ചെയ്യാണ്. നറൂട്ടോ ആണെങ്കിൽ അവന്റെ റസൻഗൺ ഷൂരിംഗൻ അത് ക്രിയേറ്റ് ചെയ്യും. സാസുക അവന്റെ ഫയറും. അങ്ങനെ രണ്ടും കമ്പൈൻ ചെയ്ത് ഫുൾ പവറിൽ പാഞ്ഞെടുക്കും. അതേസമയം ഒബീട്ടോ അവൻ എന്തെങ്കിലും ചെയ്യും മുമ്പേ ടോബിറാമ അവനിപ്പോ ഒബീട്ടോയെ അങ്ങനെ ലോക്ക് ചെയ്യും. മിനട്ടോ ആണെങ്കിൽ ആളുടെ പവർ അത് ടോബിറാമയ്ക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. അടുത്ത സെക്കൻഡ് സാസുകയും കുട്ടപ്പനും അവർ രണ്ടുപേരുടെയും പവർ ചേർത്ത് ആ ഒബീട്ടോയെ
അങ്ങനെ കത്തിയെരിയുകയാണ്. ഹിനട്ടയാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഷോക്കാവും. കാരണം സാസുകയും നറൂട്ടോയും രണ്ടുപേരും ഒബീട്ടോ കത്തിയെരിയുന്നത് കണ്ട് അങ്ങനെ ചിരിച്ച് സന്തോഷത്തിൽ നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ ഒരു ഫയർ അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് ഒബീട്ടോ അവൻ വീണ്ടും പുറത്തേക്ക് വരും. അത് കണ്ട് നമ്മുടെ ആൾക്കാര് അവർ ഷോക്കാവും. ടോബിറാമ പറയും അവന് ചുറ്റും ആ ബ്ലാക്ക് കളർ സ്പിയർ അതങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. ഇത്രയും വലിയ അറ്റാക്ക് അത് സംഭവിച്ചിട്ട് പോലും അവന്റെ ബോഡിയിൽ ചെറിയ പരിക്കുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഉറപ്പായിട്ടും ആ ഒരു സ്പിയർ അത് തന്നെയാണ് അവൻ ഇത്രയും നേരവും പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചത്. ടോബിറാമ അങ്ങനെ തിരിഞ്ഞ് ഇപ്പൊ മിനട്ടോയെ നോക്കും. മിനട്ടോ ചോദിക്കും എന്തു പറ്റി? ടോബിറാമ അവനിപ്പോ മിനട്ടോയുടെ കയ്യിലേക്ക് നോക്കും. മിനട്ടോയ്ക്ക് ഇപ്പോഴും ആ ഒരു കൈ അത് തിരികെ റീസറക്ഷൻ ആയിട്ടില്ല. ഇതാണ് അവന്റെ പവർ. അവന്റെ അറ്റാക്കില് നമുക്ക് എന്തെങ്കിലും ഒരു ഓർഗൻ നഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ റീആനിമേറ്റഡ് ആണെങ്കിൽ പോലും ആ ഒരു ഓർഗൻ അത്ര പെട്ടെന്ന് തിരികെ കിട്ടില്ല. അവന്റെ അഫൻഡിങ് പവറും ഡിഫെൻഡിങ് പവറും എല്ലാം തന്നെ ഭയങ്കര പവർഫുൾ ആണ്. ഇവിടെ ഒബീട്ടോ അവൻ ചിരിക്കും. ഒബീട്ടോ പറയും ഷിനോബികളുടെ ഫൗണ്ടർ ആളുടെ പവറാണ് എന്റെ കയ്യിലുള്ളത്. എന്റെ മുൻപിൽ നിൽക്കാൻ പോലും നിങ്ങൾക്ക് യാതൊരു യോഗ്യതയില്ല. അത് കണ്ട് ടോബിറാമ ആള് ഷോക്കായിട്ട് ചോദിക്കും ആ ഒരു പവറാണോ നിനക്കുള്ളത്? ടോബിറാമയാണെങ്കിൽ ഇപ്പൊ ടെൻഷനായി മിനട്ടോട് പറയും മിനട്ടോ ഒരു കാരണവശാലും അവന്റെ അറ്റാക്കില് പെട്ടുപോകരുത്. കാരണം അവൻ ലൈറ്റ്നിങ് ജിപ്സുവും ഷാഡോ സ്റ്റൈലും കമ്പൈൻ ചെയ്താണ് അറ്റാക്ക് ചെയ്യുന്നത്. സോ ആ ഒരു അറ്റാക്കിൽ പെട്ടുപോയ റീആനിമേറ്റഡ് ആയി വന്ന നമുക്ക് നമ്മുടെ ഓർഗൻസ് റീസറക്ഷനായി അത് തിരികെ എടുക്കാൻ കഴിയില്ല. സോ ഒരു കാരണവശാലും അവന്റെ അടുത്തേക്ക് അറ്റാക്ക് ചെയ്യാൻ പോവരുത്. നമ്മുടെ നിൻജിപ്സു അത് അവന്റെ മുൻപിൽ വർക്ക് ചെയ്യില്ല. മിനട്ടോ ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഫിസിക്കൽ അറ്റാക്ക് അതിലൂടെ അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയോ? ടോബിറാമ പറയും കറക്റ്റായിട്ട് അറിയില്ല, വേണമെങ്കിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഇവിടെ നറൂട്ടോ മിനട്ടോയെയും ടോബിറാമയെയും അവർ രണ്ടുപേരെ ഹെൽപ്പ് ചെയ്യാൻ നയൻടൈലിനോട് പവർ ചോദിക്കും. പക്ഷെ നയൻടൈൽ പറയും അയ്യോ ഇല്ല എന്റെ കയ്യിൽ ഇപ്പൊ പവർ ഇല്ല. സൂപ്പർ നയൻടൈൽ പവർ അതിലേക്ക് പോവാനാണ് ഒരുപാട് നേരമായിട്ട് ഞാൻ കഷ്ടപ്പെടുന്നത്. തൽക്കാലം നീ നിന്റെ പവർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യ്. സൂപ്പർ നയൻടൈൽ മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ യാതൊരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഗാമത്തവളെ കാണിക്കും. അതാണെങ്കിൽ അതിന്റെ വാട്ടർ സ്റ്റൈൽ ജിപ്സു അതുപയോഗിച്ച് ഇപ്പൊ ഒബീട്ടോയെ അച്ചറം പൊച്ചറ അറ്റാക്ക് ചെയ്യും. നറൂട്ടോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവൻ വണ്ടടിച്ച് ചോദിക്കും ഗാമ നിനക്ക് എന്തു പറ്റി? അതിനാ തവള പറയും സമറിൻ ജിപ്സു അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാനായി. സോ അല്പസമയത്തിനുള്ളിൽ ഞാൻ തിരികെ പോവും. അതുകൊണ്ടാണ് എന്നാൽ കഴിയും വിധം ഞാനും ഒബീട്ടോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. അങ്ങനെ അവർ കാര്യമായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും ഇപ്പൊ നറൂട്ടോ അവനൊരു കാര്യം നോട്ട് ചെയ്യുക. ഗാമത്തവള അവൻ ഉപയോഗിച്ച ആ ഒരു വാട്ടർ സ്റ്റൈൽ ജിപ്സു അത് ഒബീട്ടോയുടെ ആപ്സിൽ വീണ് റീസറക്ഷൻ ആവാൻ ഒരുപാട് ടൈം എടുക്കും. മാത്രമല്ല അതിന്മേലുള്ള കൺട്രോള് അതും ഒബീട്ടോയ്ക്ക് കുറഞ്ഞു വരും. അതേസമയം ഒബീട്ടോയും മിനട്ടോയും അവർ രണ്ടുപേരും പരസ്പരം നോക്കി പഴയ ചില ഫ്ലാഷ് ബാക്കുകൾ അങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. കട്ട് ചെയ്ത മിനട്ടോ പറയും അന്ന് നീയാണ് എന്നെ അറ്റാക്ക് ചെയ്തത് എന്ന് ഞാൻ അറിയുകയായിരുന്നെങ്കിൽ ഉറപ്പായാലും നറൂട്ടോയുടെ അമ്മയെ എനിക്ക് നഷ്ടാവില്ലായിരുന്നു. നറൂട്ടോയുടെ ബോഡിയിൽ ആ നയൻടൈലിന് സീൽ ചെയ്യേണ്ട ദുർഗതിയും എനിക്ക് വരില്ലായിരുന്നു. അതിന് ഒബീട്ടോ പറയും നീയൊക്കെ ഒരു ടീച്ചറാണോ? നീ എൻ്റെ ടീച്ചറാണെന്ന് പറയാൻ എനിക്കിപ്പോൾ അപമാനമാണ്. അന്ന് എന്നെ പോലും നിങ്ങൾക്ക് തിരിച്ചറിയാനായില്ല. സോ അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായത്. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. നറൂട്ടോ അവൻ വീണ്ടും വലിയൊരു റെസനന്റ് പവർ ക്രിയേറ്റ് ചെയ്ത് ഒബീട്ടോയെ എയിം ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. അത് കാണുമ്പോൾ ഇപ്പൊ ടോബിറാമയ്ക്കും എന്തോ ഒരു ബുദ്ധി വെളിച്ചമുണ്ടാവും. ടോബിറാമ അവൻ നറൂട്ടോയുടെ പുറത്ത് കൈവെക്കുന്ന അതേസമയം നറൂട്ടോ റെസനന്റ് പവർ എടുത്ത് ഒബീട്ടോയെ ആഞ്ഞട്ടിക്കും. ആ ഒരു അടി അത് കറക്റ്റായിട്ട് ഒബീട്ടോയുടെ മർമ്മത്തിലേൽക്കും. ടോബിറാമ പറയും നറൂട്ടോ നിന്റെ അസപ്ഷൻ അത് കറക്റ്റാണ്. സേജ് ജിപ്സു അതും എന്റെ ബോഡിയിൽ വർക്ക് ആവുന്നുണ്ട്. അത് കണ്ട് മിനട്ടോ അവൻ ഷോക്കാവും. അപ്പോഴായിരിക്കും മിനട്ടോയുടെ തൊട്ടു പുറകില് ആളുടെ ബോഡിയിൽ സീൽ ചെയ്ത് വെച്ച ആ ഒരു നയൻടൈലിനെ കാണാം. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.